ഹലോ, ദ വെൽനെസ് വേ ബൈ ലക്ഷ്മി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് എപ്പോഴും 6:30 ഞാൻ ജിമ്മിൽ പോകും. അവിടെ നിന്നാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് കേട്ടോ. ആ ഒരു ഹാബിറ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 10 to 15 ഇയേഴ്സായി. ഇത് തന്നെയാണ് എൻ്റെ റുട്ടീൻ വരുന്നത്. അതായത് ഞാൻ എന്തായാലും ജിമ്മിൽ പോകുന്നത് മുടക്കാറില്ല, മൺഡേ ടു ഫ്രൈഡേ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുള്ളൊരു ലൈഫാണ് എൻ്റെ. അപ്പം ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ആ രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ ഇടാറുണ്ടായിരുന്നതും. പക്ഷേ ഇപ്പം ഞാനൊന്ന് കുറച്ച് വ്ളോഗ്സും കൂടെ ഇടാനായിട്ടൊരു ആലോചനയിലാണ്. അങ്ങനെ കുറച്ച് 2-3 വ്ളോഗ്സ് ഇടുകയും ചെയ്തു. ഞാൻ എന്നെപ്പറ്റി കുറച്ചൊന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ലൈഫിൽ എത്ര സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേരൻസിൻ്റെ കൂടെ താമസിക്കുന്ന ഒരു സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാരേജ് ചെയ്ത് വരുന്ന അതായിരിക്കും രണ്ടാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഫേസ്. പിന്നെ നമ്മുടെ കുട്ടികളുണ്ടായി, കുട്ടികൾ വളർത്തുന്നു. അതിൽ നമ്മൾ ഭയങ്കര ബിസി ആകും. ഒരു 15 to 20 ഇയേഴ്സ് അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ്, അതായത് കുട്ടികൾ ഒരു നമ്മുടെ വീട്ടിൽ നിന്നിട്ട് പഠിക്കുന്ന ആ ഒരു വിദ്യാഭ്യാസ കാലം കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിനൊക്കെ വെളിയിൽ പോകുന്ന ഒരു ടൈമുണ്ടല്ലോ, പ്രൊഫഷണൽ കോഴ്സിനോ എന്തിനെങ്കിലും വെളിയിൽ പോകുന്ന ഒരു ടൈം. ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും വേറൊരു ഫേസിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എംപ്റ്റി നെസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതൊരു വാക്യൂമാണ്. അതായത് എനിക്കിപ്പോൾ ആ ഒരു സ്റ്റേജായിട്ട് ഒരു 10-20 ദിവസമായിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ സമയത്ത്. ഞാനതിനെ എങ്ങനെയൊക്കെ എന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്തിട്ട് മൂഡ് ഓഫ് ആവാതിരിക്കാൻ, എന്നെ എൻഗേജ് ആക്കി വെക്കാനൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും സ്റ്റിൽ ഐ എം സ്ട്രഗ്ലിങ് ടു കോപ്പ് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. അതായത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. ഞാൻ വർക്കൗട്ട് ചെയ്യും, എക്സസൈസ് ചെയ്യും, ഫ്രണ്ട്സുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ സെറ്റിലായിട്ടുള്ളൊരു മലയാളിയാണ്. അപ്പോൾ മോസ്റ്റ്ലി എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസാണ്. മലയാളീസ് ഒത്തിരി കുറവാണ്, ഇല്ലയെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം അവരുടെ കൂടെയുള്ളൊരു കൾച്ചർ എന്ന് വെച്ചാൽ അവർ ഭയങ്കര ലൗഡാണല്ലോ. നമ്മുടെ മലയാളീസിനേക്കാളും കുറച്ചും കൂടെ ലൗഡാണ് അവർ. ലൗഡ് ഇൻ ദ സെൻസ് അവർ ഭയങ്കര എല്ലാത്തിനും ഹായ് ഹലോ ഭയങ്കര അങ്ങനത്തെ ഒരു മൂഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ മലയാളീസിൻ്റെ ഒപ്പമുള്ള ആ വൈബ് കിട്ടത്തില്ലെങ്കിലും ഇവർ നല്ല ആൾക്കാർ തന്നെയാണ്, ഇത് ജെല്ലാവുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്കും ഇതേ സ്റ്റേജൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിൽ നമ്മുടെ കൂടെ വരാൻ ശ്രമിക്കുകയും ടൈം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ അവരെൻ്റെ വീട്ടിൽ വരും. അങ്ങനെയൊക്കെ നമ്മളൊരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കുള്ള ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ സമയത്തിന് വേണ്ടി കാത്തു നിന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ നിൽക്കാതെ നമ്മുടെ തന്നെ, അതായത് നമുക്ക് തന്നെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തന്നെ മൂവ് ചെയ്ത്, വീട്ടിലാണെങ്കിലും വെളിയിലാണെങ്കിലും നമ്മൾ ഹസ്ബൻഡിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ സമയം നോക്കി, അവരുടെ സമയം ഉണ്ടെങ്കിൽ നല്ലത്. അവരില്ലാത്ത സമയത്തും നമുക്ക് നമ്മുടേതായ അതായത് അവരില്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല. അപ്പം നമ്മൾ സെൽഫ് ഇൻഡിപെൻഡൻറ്റ് അത് തന്നെയല്ല, പിന്നെ കുറച്ച് നമ്മൾ അതായത് വെളിയിലിറങ്ങി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എന്താ പറയുക എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ കുറേ എക്സ്പെരിമെൻ്റൽ ടൈം എന്ന് പറയാം കേട്ടോ. എങ്ങനെയൊക്കെയാണ് ഞാനിതിൽ കോപ്പപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള എനിക്കൊരു ഒരു ഫേസ്. അപ്പം ഞാൻ ഓർത്തു ആ ഫേസിൽ ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. ഇന്ന് എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യുന്നതൊക്കെ ഒരു വ്ളോഗ് പോലെ ആക്കിയിടാം. അപ്പോൾ എൻ്റെ പോലെ കുറേ അമ്മമാർ കാണും. എത്രയായാലും മക്കൾ പോയിട്ട് കുറേ സമയം രാവിലെ ഹസ്ബൻഡും ജോലിക്ക് പോകും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന അമ്മ ഇല്ലേ, ഹൗസ് വൈഫ്സ്, അവർക്ക് പിന്നെ ഒരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അവർക്കാണ് കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ്. അപ്പോൾ അവർക്ക് എങ്ങനെ അവരെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ. അതായത് ഇപ്പം ഞാനും ആ ഒരു സ്ട്രഗ്ലിങ് സ്റ്റേജിലാണ്. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നത് അതിന് എൻ്റെ കൂടെ കൂടാൻ റെഡിയുള്ള കുറച്ച് ആൾക്കാർ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അങ്ങനെ നോക്കിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ പകുതി വെച്ചിട്ടിട്ട് പോയ ഏതെങ്കിലും ഹോബി കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ അത്രയ്ക്ക് അങ്ങ് പഠിക്കാൻ പറ്റില്ല, കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിപ്പം ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ എന്തൊക്കെയായാലും നമ്മുടെ ആ വാക്യൂം ഒന്നും മാറാൻ പോണില്ല. പക്ഷേ നമുക്കൊരു മക്കളെ വിളിച്ചിട്ടാണെങ്കിലും എപ്പോഴും ഇങ്ങനെ അയ്യോ ഞാൻ മിസ് ചെയ്യുന്നു മോനെ ഇങ്ങനെയൊക്കെ പറയാതെ തന്നെ നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുമ്പോഴാണല്ലോ അവരും ഹാപ്പി ആകുക. അങ്ങനത്തെ ഒരു ലൈഫിലോട്ട്
ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഫേസിൽ എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി ഞാൻ വ്ളോഗ്സ് ഇടാം. അതുപോലെ തന്നെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന പാറ്റേൺ ഇടാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ വെറുതെ അതാണ് ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ചുമ്മാ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ബോറടി തോന്നുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് ക്ലിപ്പിങ്സ്, അതായത് ഒരു ഡെയിലി റുട്ടീൻ മീൻസ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ പോലത്തെ കുറേ ക്ലിപ്പിങ്സ് ആണ് ഞാൻ. കുറച്ച് ഷോപ്പിംഗ്, കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ, കുറച്ച് എക്സസൈസ്, കുറച്ച് വീട്ടിലെ ജോലികൾ, ഗാർഡൻ സ്പേസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ ഒരു നോർമൽ ലൈഫ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങളുടെ വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്, അടുത്ത് തന്നെ ഒരു ഡാൻസ് ക്ലാസ് ജസ്റ്റ് ജോയിൻ ചെയ്തത്. അവർ നമ്മുടെ ഇപ്പം ഗുജറാത്തിൽ, അതായത് ഗർഭ പ്രാക്ടീസ്, നവരാത്രിക്ക് ഡാൻഡിയയുടെ പ്രാക്ടീസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ അതൊരു 5 to 6 വൈകുന്നേരം, രാവിലെ ജിമ്മിൽ പോവും. അങ്ങനെ കുറച്ച് ബാക്കി സമയം നമ്മൾ എന്തൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിലാണ്. എന്തൊക്കെയാണ് ഞാൻ പറയുന്നതെന്ന് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ലക്ഷ്മി. അപ്പോൾ എൻ്റെ പോലെയുള്ള കുറേ ആളുകളുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാം. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എൻ്റെ നീസിൻ്റെ കുറച്ച് കൂടെയുള്ള കുറേ ക്ലിപ്പിങ്സ് ഞാൻ ഇടുന്നുണ്ട്. ജസ്റ്റ് വാച്ച് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ലക്ഷ്മി, ബൈ. Don't put much, okay? Look at that. It's beautiful. No, nothing. What was that? I don't know. Is that a fly? Why are you so afraid of flies? I just don't like flies. I'm going to miss you really. What should I do without you here? Just watch. What? Watch. What? What do you mean what? What do you mean what? You don't know what watching is? No. Oh, such a crybaby. Yeah. I'll cry without you. I can't work out with you. I can't sleep without you. What should I do? I don't know. So tell me, what should I do? Maybe just get used to that feeling. And you are not going to miss me? I am gonna miss you. Stop it, fly. Don't even dare to come. Make it fast. Okay. So what will you do when Shivan Chetan come to Savoy? And you? I'm also, maybe. If I get a visa, I'll also be there. Tell me. So you could meet my friends. In my picture, I had some caterpillars and one butterfly and a full sky and some bushes with some raspberries and some blackberries, and I draw some trees, and then that was all about my picture. നമ്മൾ ചെയ്തിട്ടുള്ളതാണോ? No, we didn't do this. Wait, I mean we did it. Try something new. Wait, we already did that. Dance with Deepthi only. Oh, we didn't do this one. Wait, did we do this one? Play that. Wait, actually we didn't do this one. Hi guys, Namaste and welcome once again to Dance with Deepthi. Wish you all a very happy Diwali from the entire Dance with Deepthi family.